അതെ, ചീരയാണ് വെച്ചാൽ ചീര ഉള്ള കാലമല്ലേ, നമുക്കിന്ന് ചീരത്തോരൻ ഇണക്കാം. ഈ ഇല തണ്ടും വേറെ വേറെ തിരിഞ്ഞ് വേണം ഇത് അരിയാനും എടുക്കാനും ഒക്കെ. അതെ, നമ്മൾ നട്ട് എടുത്ത ഒരു ചീരയാണ്. അപ്പം അതിന് വളമൊന്നും ചേർക്കാത്തത് കൊണ്ട് ഇതിന് കേടുപാടൊക്കെ ഉണ്ട്. അപ്പം ആ ഇലയൊക്കെ നമ്മൾ തിരിഞ്ഞ് വേണം ഇത് അരിഞ്ഞെടുക്കാൻ. തണ്ട് വേറെ ഇല വേറെ ആയിട്ട് അരിഞ്ഞെടുക്കണം. അതൊക്കെ നമുക്ക് കാണിക്കാം. തണ്ടൊക്കെ എടുക്കാം, പക്ഷേ തണ്ട് ഇച്ചിരി മൂത്തതാണ്. എന്നാലും നമുക്കത് വേണ്ട രീതി ചെയ്തെടുക്കണം. ഇലയൊക്കെ തിരിഞ്ഞിട്ട് വേണം നമുക്കിത് ശരിയാക്കി അരിഞ്ഞെടുക്കാൻ. ഇല കേടുപാടുള്ള ഇലയൊക്കെ ഉണ്ട്, അത് മാറ്റണം. ഇതൊക്കെ നല്ല ഇലയാണ്. വളമിട്ടെന്ന കേടൊന്നും ഉണ്ടാകുകയില്ല. ഇത് നമ്മളിപ്പോൾ വളമൊന്നും ഇടാത്തത് കൊണ്ടാണ് ഇതിന് ഒരേ പുഴുക്കുത്തുള്ളത്. ഇനി അത് ഈ കട്ടിങ്ങുള്ള വെച്ച് നമുക്ക് അരിഞ്ഞ് കാണിക്കാം. ഇതേപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണം. ഇതിൻ്റെ അടിച്ചോട് ഇച്ചിരി വലുതായിട്ട് അരിയണം, അല്ലെങ്കിൽ അത് ഇച്ചിരി മൂക്കാണ്. ഇത് നമുക്ക് ഇലയുടെ അകത്ത് വേകാവുന്നതാണ്. ഇല മാത്രമേ കടിക്കാനുള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാനായിട്ട് പയറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തണ്ട് ഇതേപോലെ ഇച്ചിരി വലുതായിട്ടിടാം. ഇത് ഇങ്ങനെ ഒന്ന് പൊളാക്കാൻ കൂടി ചെയ്യണം, എന്നാലും ഈ ആവിയിലാണ് വേവിക്കുന്നത്. പറ കൊടുത്ത് അതിലേക്ക് തണ്ടിട്ട് വേവിച്ചിട്ടാണ് നമ്മൾ ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കുന്നത്. ചീരയും പയറും കൂടിയാണ് നമ്മളൊരു തോരനാക്കുന്നത്. ഇല ഇതേപോലെ അരിയണം. ഇങ്ങനെ അടുക്കി പിടിച്ചിട്ട് തീരെ നൈസായിട്ട് അരിയണം, എന്നാലാണ് ഇതിൻ്റെ ഒരു രസമൊക്കെ ഉള്ളത്. ഇതിനൊരു നിറമൊക്കെ ഉണ്ടാവും ചീരക്ക വരം വെക്കുമ്പോഴേ. അത് പിള്ളേർക്കൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ് ഇത് ചീരക്കറി കൂട്ടി ചോറുന്നത്. ഇതേപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണം. എല്ലാവരും ചെയ്യുന്നതാണ്, എന്നാലും നമ്മളിത് പ്രത്യേകിച്ച് ഒന്നുകൂടെ കാണിക്കണം. നമ്മളിന്ന് ചെയ്യുന്ന ചീരത്തോരനായിട്ടുള്ളൊരു കറിയാണ് ഇണക്കുന്നത്. അത് തണ്ടും ചീരയും കൂടെ അരിഞ്ഞതാണ്. തണ്ട് വേറെ അരിയണം. ഇത് അതിൻ്റെ ഇച്ചിരി കൂടെ ഇതായിട്ടുള്ള തണ്ടാണ്. അപ്പോൾ ഇതിന് ചേർക്കേണ്ട സാധനങ്ങളാണ് ഈ ഇരിക്കുന്നത്. പയറ് കുതിർത്തതാണ് ഇരിക്കുന്നത്. പിന്നെ അതിൽ ചേർക്കാനുള്ള ഒരു മുറി തേങ്ങ, മഞ്ഞൾപ്പൊടി, നല്ല ജീരകം, വെളുത്തുള്ളി, കാന്താരി, വേപ്പില. ഇത് വറവ് കൊടുത്തിട്ടാണ് നമ്മൾ ആദ്യം ഈ തണ്ട് വേവിക്കുന്നത്. അതിൻ്റെ ശേഷം നമ്മൾ പയറിടും. പയറിട്ടതിൻ്റെ ശേഷമാണ് നമ്മൾ ഒതുക്കുന്നത് ചേർക്കുന്നത്. അതിൻ്റെ ശേഷമാണ് നമ്മൾ ഈ ഇല ഇടണം. ലാസ്റ്റ് ആ ഇല ഇടാവുള്ളൂ. ഉപ്പും എണ്ണയൊക്കെ ചേർത്താണ് നമ്മളിത് ഇത് തോരനാക്കുന്നത്. പയറൊന്ന് ചെറുതായിട്ട് വേവിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് നമ്മൾ വറയിലിട്ട് കൂടെ വേവിക്കും. തണ്ടിൻ്റെ കൂടെ വെള്ളത്തിയിട്ട് വെച്ചിട്ട് ഒരു ചൂള വേപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് എണ്ണ ഒഴിക്കാം. കടുകിടാം. ഉള്ളി വേപ്പില ഇട്ട് അതിൻ്റെ ശേഷം ഈ വലിയ തണ്ടിടണം. അതായത് എണ്ണയിലാണ് ഇത് വേവുന്നത്.
വെള്ളം ഒഴിച്ചല്ല വേവിക്കുന്നത്. അപ്പം അത് അങ്ങനെ വേവണം. ഇത് മൂടി വെച്ച് വേവട്ടെ. എന്നിട്ട് വേണം നമ്മൾ ഒരു ചൂള കത്തിച്ച് വെച്ചിരിക്കുന്ന പയർ ഇടാൻ. പയറിൻ്റെ കൂട്ടത്തിൽ 2 പച്ചമുളകും 2 കഷ്ണം ഉള്ളിയൊക്കെ ചേർത്താണ് നമ്മൾ ഒരു ചൂള കത്തിച്ച് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് വേവിക്കണം. വെന്താന്ന് നോക്കട്ടെ. ഒരുവിധം വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ലേശം ഉപ്പിടിയണേ. രണ്ടിന് ലേശം ഉപ്പ ഇടാവുള്ളൂ. ചീരക്ക് ഉപ്പുമയമുള്ളതാണ്, അതുകൊണ്ട് ഇച്ചിരി ഉപ്പ ഇടാവുള്ളൂ. ഇനി നമ്മൾ ഒരു ചൂള വേപ്പിച്ച് വെച്ചിരിക്കുന്ന പയർ ഇടിയണേ. ചീരയുടെ ഇല ലാസ്റ്റാണ് ചേർക്കേണ്ടത്. അത് ചീര കൂടെ വെന്തതിൻ്റെ ശേഷം മാത്രമേ ഇല ഇടാവുള്ളൂ, അല്ലെങ്കിൽ ഇലക്കൊരു കയ്പുണ്ടാവും. അതുകൊണ്ട് നമുക്കിത് ഇവിടെ അല്ല ഒരു ചീത്ത ചൊവയായിരിക്കും, ഒരു വല്ലാത്ത ചൊവയായിരിക്കും. അവസാനമാണ് ഇലയിടേണ്ടത്. ഇതിവിടെ ഇരുന്ന് വേകട്ടെ. എന്നിട്ട് നമുക്ക് ആ ഒതുക്കാനുള്ള മിക്സിയിൽ ഒതുക്കാം. ചീരയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു. ഒതുക്കാനുള്ളത് കാന്താരി, വേപ്പല, നല്ല ജീരകം, വെളുത്തുള്ളി, മഞ്ഞപ്പൊടി, ഒരു മുറി തേങ്ങ ചിരണ്ടിയത്. ഇതിൽ മുളക് പൊടി ഇടരുത്, ഇത് മാത്രം ചേർത്താൽ മതി. നല്ല കാന്താരി ചേർത്തത് മാത്രം മതി, മുളക് പൊടി ഇടരുത്. നമുക്ക് ഒതുക്കിയിട്ട് ഈ ചീര കൂടെ അതിലേക്ക് ഒതുക്കണം കൂടെ ഇടണം. ലേശം വെള്ളം കൂടെ ഒഴിച്ച് വേണം ഇത് മിക്സിയിലടിക്കാൻ. നമ്മളിതേ ഒതുക്കി എടുത്തിട്ടുണ്ട്. വെള്ളം ഒരുപാടാകരുത്. ഇതേപോലെ തുവർന്ന പീര ആയിട്ട് ഒതുക്കി എടുക്കണം. ഇത് റെഡിയായിട്ടുണ്ട്. ഇത് കണക്കിനൊക്കെ വെന്തിരിക്കുകയാണ്. ലേശം എണ്ണ പോരെ, അത് നമുക്ക് ഒഴിക്കാം. ഇനി നമ്മൾ ഒതുക്കിയ അരപ്പ് ഇതിലേക്ക് ഒഴിക്കും. ഇപ്പം നമ്മൾ ചീരയും പയറും തണ്ടും പയറും കൂടിയാണ് ഒതുക്കിയത് ചേർത്ത് ഇണക്കുന്നത്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ ഇല അരിഞ്ഞു വെച്ചിരിക്കുന്നത് കൂടെ ചേർക്കണം. ഇനി നമ്മൾ ഇല ഇടാൻ പോവുകയാണ്. ഇതൊന്ന് ഒരാവി കയറിയാൽ മതി. എന്നിട്ട് ലേശം വെളിച്ചെണ്ണയും ഒരു തണ്ട് വേപ്പലയും കൂടെ അതിലേക്കിട്ട് നമുക്ക് ഇറക്കാം. ഉപ്പ് പോരഴി ഉണ്ടെന്ന് തോന്നുന്നു, നോക്കട്ടെ. ലേശം ഉപ്പിടണം. നമുക്ക് ഇത് ഇറക്കാം കേട്ടോ. റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചീരത്തോരൻ ഇണങ്ങിയിട്ടുണ്ട്. ഇത് പാത്രത്തിലേക്ക് എടുക്കാം. അത് ഇപ്പോഴത്തെ ചീരക്ക് അങ്ങനെയാണ്. നമ്മൾ വളമൊന്നും ചേർക്കാഞ്ഞിട്ടും നല്ല നിറമൊന്നും വരുന്നില്ല. കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയും. നല്ലതാണ് കേട്ടോ. ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ ഇണക്കിയത് ചീരയും പയറും കൊണ്ടുള്ളൊരു തോരനാണ്. അത് ഉണ്ടാക്കുന്ന രീതി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.